ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ വാൾ ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഒരു സിസേഴ്സ്, പിന്നെ ഒരു ഫെവിക്കോള്, പിന്നെ നമ്മളടുത്തുള്ള ഒരു നൂല് വൈറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂടിയാണ്, ഒരു മാർക്കറിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ യെല്ലോ കളർ പേപ്പറും പിന്നെ വൈറ്റ് A4 ഷീറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് 6x6 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയറാണ്. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള കളർ പേപ്പർ, എൻ്റെ അടുത്തുള്ള A4 ഷീറ്റ് ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനാണ് 6x6 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയർ കട്ട് ചെയ്തെടുത്തുള്ളത്. അതിനി ഒരു ട്രയാങ്കിളായി മടക്കുക. പിന്നെ വേറൊരു കുഞ്ഞു ട്രയാങ്കിളായി മടക്കിയതിന് ശേഷം ലെഫ്റ്റിലുള്ളത് റൈറ്റിലുള്ളത് ലെഫ്റ്റിലേക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇനി ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡെയ്സി ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വാൾ ഹാങ്ങിങ്ങിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്ററിൽ വെക്കാനാണ് ആ യെല്ലോ പേപ്പർ ചൂസ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതിന് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ പെറ്റൽസ് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് അധികം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 15 or 16 സാധനങ്ങൾ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോ പേപ്പർ എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു ക്യാപ്പ് വെച്ചിട്ട് കുറച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്യാപ്പിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കതിന്മ കിട്ടും. അത് ഞാനിനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻസിലും കൊണ്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 4 മടക്കല്ലേ മടക്കിയത്, അപ്പം 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 സർക്കിൾസ് നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തു. ഇനിയിപ്പോൾ കുറച്ചൊരു ടാസ്ക്കുള്ള പരിപാടിയാണ് ഇനി ഉള്ളത്. നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ നമ്മൾ യെല്ലോ കളർ പേപ്പേഴ്സ് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കണം. ഞാനങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഗിവ്അവേൻ്റെ കാര്യം എന്തായി എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അപ്ഡേഷൻസ്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കിഡ്സ് ചാനലാണ്. ഞാൻ ആ വീഡിയോയിൽ പറയുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഒരു കിഡ്സ് ചാനലാണ്. അപ്പോൾ കമൻസ് എല്ലാം ഓഫാണ്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ പറയാനുള്ളത്, എൻ്റെ ചാനലിൽ ഞാൻ 50 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഇടുന്ന എല്ലാ വീഡിയോസിനും ഒരു ലൈക്ക് തന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് സ്റ്റിക്കേഴ്സാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഗിവ് അവേ വിന്നേഴ്സിനായിട്ട് 10 ഷീറ്റ്സ് സ്റ്റിക്കേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു ജെനുവൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇനി കേട്ടോ കൊടുക്കത്തുള്ളൂ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അലേബിൾ ചെയ്ത് വെക്കണേ. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഞാൻ നല്ല അടിപൊളി ക്രാഫ്റ്റ്സൊക്കെ ആയിട്ട് വരും, അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ വരും. പിന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മൾ എടുത്ത നൂലില്ലേ, അത് ഭയങ്കര കട്ടി കുറവാണ്. അപ്പോൾ ഞാൻ എന്താക്കിയത് 2 മടക്കാക്കിയിട്ട് അതിന്മേൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആക്കിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. 2 ലെയറായിട്ട് ഇങ്ങനെ നൂല് നിൽക്കും. അപ്പോൾ നമുക്ക് 1 ലെയറായിട്ടാണ് നൂല് വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂല് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണേ. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ശബ്ദം ഉണ്ടാവും, കാരണം ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊരു ശബ്ദം. പിന്നെ ഞാൻ നമ്മളെ ഫ്ലവേഴ്സെല്ലാം തിരിച്ച് വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, നൂല് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വൈറ്റ് A4 ഷീറ്റ് ഞാൻ കുഞ്ഞു സ്ക്വയേഴ്സ് ആക്കി കട്ട് ചെയ്തത്. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ബാക്കിൽ ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് നമ്മളെ നൂല് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ക്വയേഴ്സ് എടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഫ്ലവർ നമ്മൾ സെറ്റായിട്ടുണ്ട്.
അതുപോലെ നമുക്ക് മറ്റേ ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു റോയും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഫ്ലവർ തിരിച്ച് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളടുത്തുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയേഴ്സ് വെച്ച് കൊടുക്കുക. സ്ക്വയർ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് ടൈപ്പുള്ള നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് ലാസ്റ്റ് കുറച്ച് വേസ്റ്റ് പാർട്ടിക്കിൾസ് വരില്ലേ, അതിന് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നൂല് വെച്ച് നമ്മളെ സ്ക്വയേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് കുറച്ചും കൂടെ പണിയുള്ള ഒരു ടാസ്ക്. നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മളെ സർക്കിൾ ഒട്ടിച്ചു കൊടുക്കുന്നതും ഇതുമാണ് കുറച്ച് പണിയായിട്ട് എനിക്ക് തോന്നിയുള്ളത്. അപ്പം ഞാനിതാ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഈ വൈറ്റ് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പെയിൻ്റൊക്കെ അടിച്ച വാളിൽ ഇത് സ്റ്റിക്ക് ചെയ്താൽ നല്ല പൊളിയാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് ബൈ.